വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നടക്കട്ടെ. നിങ്ങളുടെ സമരം എന്തിനാണ്? കർഷകരുടെ നെല്ല് സംഭരിച്ച് ഇനിയും വില നൽകാത്തതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ സൂചനാ സമരമാണ്. ഒറ്റയാൾ സമരമാണ്. ഒന്ന് സ്വയം പരിചയപ്പെടുന്നോ? എൻ്റെ പേര് സുരേഷ് കുമാർ. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്ന് വരുന്നു. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ ഗ്രീൻ കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ദൂരദർശനിലെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, കർഷക റിയാലിറ്റി ഷോ. അതിൽ 1ാം സമ്മാനം കിട്ടിയ പഞ്ചായത്താണ് എലപ്പുള്ളി പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ ഒരു സാധാരണ കർഷകനാണ്. ആ കർഷകൻ സ്വാഭാവികമായും മറ്റുള്ള കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ദിവസത്തെ സൂചനാ സമരമായിട്ടാണ് ഈ ഒറ്റയാൾ സമരത്തിനായിട്ട് ഞാനിവിടെ തിരുവനന്തപുരത്ത് അനന്തപുരിയിലെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സമരം ഫലം കാണുമോ? ഫലം കാണുക എന്ന് ബന്ധപ്പെട്ട അധികാരികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഭരണ സംവിധാനങ്ങൾ മറ്റുള്ള ആളുകളെല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഈ ഒറ്റയാൾ സമരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെൽകർഷകർക്ക് വേണ്ടിയാണ് തീർച്ചയായും. പാലക്കാടിൻ്റെ നെല്ലറ എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ഘോരഘോരം വാഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഒരിക്കലും പാലക്കാടിൻ്റെ നെൽകർഷകൻ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. കാരണം പല രീതിയിലും, കാരണം ഉഴവുകൂലി ആയിക്കോട്ടെ, അതിൻ്റെ വർധന, ട്രാക്ടറിൻ്റെ ചാർജ് വർധന, അതുപോലെ തന്നെ നമ്മുടെ രാസവളങ്ങളുടെ വർധന ഇതെല്ലാം വർദ്ധിക്കും തോറും സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന സർക്കാർ തരുന്ന പ്രോത്സാഹന വിഹിതം കുറഞ്ഞുകൊണ്ടേയിരിക്കും. 2021 നമുക്ക് 8 രൂപ 80 പൈസയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വിഹിതമായി തന്നുകൊണ്ടിരുന്നത്. അതിപ്പം നിലവിൽ ഇന്നലത്തെ പുതിയ പ്രഖ്യാപനത്തോടു കൂടി തന്നെ അത് 5 രൂപ 20 പൈസയിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷേ പ്രോത്സാഹന വിഹിതം നമുക്ക് തരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2008 തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതുകൊണ്ട് സ്വാഭാവികമായും നിലത്തിൽ നെൽകൃഷിയല്ലാതെ മറ്റൊരു വിളയും ചെയ്തുകൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ, അന്ന് ബഹുമാനപ്പെട്ട PS അച്യുതാനന്ദൻ സർക്കാരായിരുന്നു, അദ്ദേഹം നിലവിൽ കൊണ്ടുവന്നതാണ് ഈ പ്രോത്സാഹന വിഹിതം. അന്ന് 2 രൂപ 50 പൈസയിൽ തുടങ്ങി. അത് 2020-21 കാലഘട്ടത്തിലെത്തിയപ്പോൾ അത് 8 രൂപ 80 പൈസ സംസ്ഥാന പ്രോത്സാഹന വിഹിതമായിരുന്നു. ഇന്നത് ഓരോ ഈ 21 ശേഷം ഈ 24, 25 ഈ 1ാം വിളയുടെ സമയത്തുമ്പോൾ അത് 5 രൂപ 20 പൈസയായി കുറച്ചിരിക്കുന്നു. 3 രൂപ 60 പൈസ. പക്ഷേ കേന്ദ്ര സർക്കാർ ഓരോ സീസണിലും കുറയ്ക്കുന്നതിനനുസരിച്ച് ആനുപാതികമായി ഇവിടെ നമ്മുടെ പ്രോത്സാഹന വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടുള്ള ഒരു ഒറ്റയാൾ സമരമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവകാശപ്പെടുന്നത് കർഷക സൗഹൃദ സർക്കാരാണ്. അപ്പോൾ ഈ രണ്ടുപേരും സ്വാഭാവികമായും, പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ 23 രൂപയാണ്. കാരണം 21 സമയത്ത് ഈ 8.80 പ്രോത്സാഹന വിഹിതം തരുന്ന സമയത്ത് തന്നെ അന്ന് 19 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത് അവരുടെ 23 രൂപയാണ്. അപ്പോൾ അവർ ഓരോ സീസണിലും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രോത്സാഹന വിഹിതമാണ് അതിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എത്രയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്ന 1ാം ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് സ്വാഭാവികമായി അവസാന ബഡ്ജറ്റിൽ 80 പൈസ സർക്കാർക്ക് നെല്ലുവില കൂട്ടിത്തരാമെന്ന് ഏറ്റതാണ്. പക്ഷേ പുതിയ 2ാം ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്നപ്പോൾ അത് കൂട്ടി തന്നില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായി ഉറപ്പായിട്ട് കൂട്ടാമെന്ന് പറഞ്ഞ കാര്യം കൂടി ഇല്ലാതാവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കർഷക കോൺഗ്രസ് അവരൊരു വൻ പ്രക്ഷോഭത്തിലേക്കുള്ള പുറപ്പാടിലാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് എന്തെങ്കിലും സഹകരണം ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയല്ല. കർഷകർക്ക് വേണ്ടി ആര് ചെയ്യുന്നോ അതുപോലെ തന്നെ ഉറപ്പായിട്ട് ഈ പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒറ്റയാൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടനയുമായിട്ട് ഞാൻ കൂടിയാലോചിച്ചിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ കാരണം കർഷകർക്ക് വേണ്ടി ഞാൻ സ്വാഭാവികമായും നമ്മുടെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ടാണ് നെല്ലിൻ്റെ വിലയൊക്കെ തന്നെ അതിൻ്റെ കാരണങ്ങളും എന്താണ്, കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ, മറ്റുള്ള കാര്യങ്ങൾ, വില നൽകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പെരുമാറ്റച്ചട്ടം എടുത്തു കളഞ്ഞതിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാകുക എന്ന് പറയുകയുണ്ടായി. അതിനുവേണ്ടിയാണ് കാത്തിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതോടുകൂടി പ്രോത്സാഹന വിഹിതം വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമാണ് ഈ സമരത്തിലേക്ക് ഒരു സൂചനാ സമരം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് വേണ്ടിയാണ്. മുഴുവൻ കർഷകർക്കും വേണ്ടി, മുഴുവൻ നെൽകർഷകർക്കും വേണ്ടിയാണ് ഞാൻ ഇതുപോലൊരു സൂചനാ സമരം സ്വയം സംഘടിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചത്. അല്ലാതെ ഒരു വഴിതലയ സമരമായി മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ
അതുപോലെ തന്നെ ഉച്ചഭാഷണിയുടെ മറ്റുള്ള ആളുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു മാതൃകാ സമരം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒറ്റയാൾ സമരം ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നിങ്ങളുടെ ഒറ്റയാൾ സമരം വിജയിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു സർ. ആരുടെയും ശ്രദ്ധ ആകർഷിക്കാനല്ല ഈ പ്രതിഷേധം. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നെൽകൃഷിക്കാർക്ക് വേണ്ടിയാണ്. ആരുടെയും അന്നം മുട്ടിക്കാനല്ല, അന്നം മുട്ടിയ കർഷകൻ്റെ അന്നം മുട്ടാതിരിക്കാനാണ്. 1974-75 നെൽകൃഷി 8.82 ലക്ഷം ഹെക്ടർ, 2015-16 1.96 ഹെക്ടർ, 2016 ഇക്കണോമിക് റിവ്യൂ 2025-26 ഭൂമിയുടെ തരം നിലമെങ്കിൽ നെൽകൃഷി എന്ന മാനദണ്ഡം എടുത്തുകളയുക, നെൽകൃഷിയല്ലാതെ മറ്റു വിളകൾ ചെയ്യാൻ അനുവദിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളിയെ നെൽകൃഷി പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിക്കുക, നെല്ലിൻ്റെ വില ലഭിക്കാത്തതിലും പ്രോത്സാഹന വിഹിതം വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ച് കേരളത്തിലെ നെൽ കർഷകർക്കായി ഒരു ദിനം ഒറ്റയാൾ സമരം. കേരളത്തിൽ മാത്രം തണ്ണീർത്തട സംരക്ഷണ നിയമം ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ മാത്രം പ്രോത്സാഹന വിഹിതം നൽകി വരുന്നത്. 2009-10 മുതൽ 2021 ശേഷം പ്രോത്സാഹന വിഹിതം വെട്ടിക്കുറച്ചു. പ്രോത്സാഹന വിഹിതം 2021-ൽ 2022-ൽ 8.80, 2024-25-ൽ 5.20, കേന്ദ്രം നൽകുന്ന താങ്ങുവില 2024-23 രൂപ. ഇപ്പോൾ നിലവിൽ കർഷകരെ 28.2 രൂപ 20 2024-25 ഒന്നാം വിളയുടെ നെല്ല് നൽകി 3 മാസം കഴിഞ്ഞിട്ടും ബാങ്കിൽ പേയ്മെൻറ്റ് ഓർഡർ നൽകാതെ സപ്ലൈ പോകും. വില കൂട്ടിയില്ലെങ്കിലും സംഭരിച്ച് നൽകി വില നൽകണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇദ്ദേഹത്തിൻ്റെ ന്യായമായ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിക്കൊടുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ നന്ദി, നമസ്കാരം.